നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ശുക്രന്റെ സ്ഥാനമാറ്റത്തെ കുറിച്ചാണ്. ഈ സ്ഥാനമാറ്റം മൂലം 9 നക്ഷത്രക്കാർക്ക് ഇനി വരാനിരിക്കുന്നത് സുവർണ കാലഘട്ടമാണ്. അത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്നും അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നുമാണ് നമ്മളിവിടെ പറയുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ജൂലൈ 16, അതായത് ഇന്ന് രാവിലെ ശുക്രൻ പൂരം നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് ഭാരതീയ ജ്യോതിഷപ്രകാരം ചിങ്ങം രാശിയിലേക്കാണ് ഈ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. കർക്കിടകത്തിന്റെ സംക്രാന്തി വേളയില് വരുന്ന ഈ നക്ഷത്രമാറ്റം സാമ്പത്തിക നേട്ടങ്ങള് വളരെ കൊണ്ടുവരുന്നതാണ്. ആഡംബര ജീവിതമൊക്കെ നയിക്കുവാനായിട്ട് ചില നക്ഷത്രക്കാർക്ക് ഇത് വഴിതെളിക്കുന്നതാണ്. അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള സന്തോഷവും ഇവർക്ക് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ഇവർക്ക് ജീവിത ലക്ഷ്യം നേടാൻ പറ്റിയൊരു സമയം കൂടിയാണിത്. ജ്യോതിഷപ്രകാരം ഈ പൂരം നക്ഷത്രത്തിന്റെ അധിപൻ തന്നെയാണ് ഈ ശുക്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണ് ഈ സമയം ഏറ്റവും ഗുണകരമാകുന്നത്. ഈ സമയത്ത് പ്രധാന ചടങ്ങുകൾക്ക് ചില നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും ശുക്രന്റെ സാന്നിധ്യം ശക്തമായി തന്നെ തുടരുന്നുണ്ട്. പ്രണയബന്ധങ്ങളൊക്കെ ദൃഢമാക്കാനും പുതിയ നിക്ഷേപങ്ങളൊക്കെ പരീക്ഷിക്കാനും ഈ ഘട്ടം അനുയോജ്യമാണ് ഈ 9 നക്ഷത്രക്കാർക്ക്. വിശ്രമവേളകളൊക്കെ ആനന്ദകരമാക്കാൻ പറ്റിയൊരു സമയമാണ്. ആധുനിക സൗകര്യങ്ങളും ആഡംബരങ്ങളും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ 9 നക്ഷത്രക്കാർക്ക്. ഈ ശുക്രന്റെ മാറ്റം ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രീതിയിലാണ് ബാധിക്കുക. മകം, പൂരം, ഉത്രം ഈ നക്ഷത്രമാറ്റത്തിന്റെ ഏറ്റവും അനുകൂലം ലഭിക്കുന്ന ആദ്യ 3 നക്ഷത്രങ്ങളാണിത്. ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. ഇവർക്ക് ഈ കാലയളവിൽ സാമൂഹികമായിട്ടുള്ള അംഗീകാരവും ആകർഷണീയതയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. അനാവശ്യമായിട്ടുള്ള ആഡംബര ചെലവുകൾ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഒത്തുചേരലുകൾക്കും വിരുന്നുകൾക്കും ഒക്കെ ഈ സമയം അനുയോജ്യമാണ്. വെള്ളിയാഴ്ചകളിൽ ദാനധർമ്മം ചെയ്യുന്നത് ഐശ്വര്യം നൽകുന്നതാണ്. ചിങ്ങം രാശിയിൽ വന്ന ശുക്രന്റെ ഊർജം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത്. ജീവിതത്തിലൊരു താളമൊക്കെ നിങ്ങൾക്ക് വരുന്ന ഒരു സമയമാണ്. കുടുംബത്തിലെ സന്തോഷവും സമാധാനവും എല്ലാം കളിയാടുന്ന ഒരു സമയം കൂടിയാണ്. ഈ ശുക്രന്റെ മാറ്റം അനുഭവവേദ്യമാകുന്ന മറ്റ് 6 നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകയിരം, ചിത്തിര, ചോതി, വിശാഖം. ഈ നക്ഷത്രക്കാർക്കും ഈ മാറ്റം അനുഭവവേദ്യമാകുന്നതാണ്. അപ്പോൾ ഈ 9 നക്ഷത്രക്കാർക്കാണ് ഈ ശുക്രന്റെ മാറ്റം ഇന്നു മുതൽ അനുഭവവേദ്യമാകുന്നത്. ഇവർക്ക് സാമ്പത്തികമായിട്ടും മറ്റും വളരെ ഉന്നതി ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.